ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പലരും പറഞ്ഞു വായിക്കത്തെ ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ആദ്യത്തെ പെരയിലുണ്ടായിരുന്ന സ്റ്റാൻഡിൻ്റെ കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിലും പിന്നെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി വെച്ചുകൊണ്ടിരുന്ന ആ സ്റ്റാൻഡിലും പാടായിട്ടാണ് നമ്മൾ ആ ഒരു പെരയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ജനൽമ കെട്ടിയത് മഹാബോറാണ്, അവിടുന്ന് ഒന്ന് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്നാൽ ഞാൻ വിചാരിച്ച് അതും മാറ്റാണ്. കുറച്ച് ദിവസമായിട്ട് അതിന് വിചാരിക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒന്ന് എന്താ പറയുക മനസ്സൊക്കെ ഒന്ന് പാകപ്പെട്ട് വന്നത്. അപ്പം ഇന്ന് വിചാരിച്ചപ്പോൾ ആ വിചാരം മാറുന്നതിന് മുന്നേ അപ്പം തന്നെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഈ സ്റ്റാൻഡ് അട്ടത്തിട്ട് കഴിഞ്ഞിട്ടോ മേലെ ആ റാക്കം ഇട്ടിക്കഴിഞ്ഞ് അവിടെ നിർത്തണമെന്നങ്ങാണ്ട് അത് ഞാൻ ഒന്ന് തേച്ചരച്ച് കേൾക്കിരിക്കട്ടെ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് അത്ര ക്ലിയർ ആയില്ല എന്നൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് കമൻസ് കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ രാവിലെ സുബഹിക്ക് എണീച്ച് ഒരു 4:30 ആവുന്ന സമയത്താണ് കേട്ടോ അത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉറക്കച്ചടവിൻ്റെ തീക്കും പക്ഷെ ഞാനൊരു ഇത്തിരി ചായയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കാൻ ഒരുങ്ങിയത്. പക്ഷെ ആ ഒരു രാവിലത്തെ ആ ഒരു ഇതായതുകൊണ്ട് ഇക്കും ചിലപ്പോൾ വ്യക്തമാവാഞ്ഞത്. അപ്പോൾ സോറി കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്റ്റാൻഡും ഇത് ആ സ്റ്റാൻഡിന്റെ കൂടെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയത് കേട്ടോ. എന്നിട്ട് അതിന്മേ നമ്മളെ സ്പൂണുകളും കയ്യിലുകളൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് ഇനിയത്. അപ്പം ഞാൻ ഈ ഒരു മൂലക്കുന്ന് ഈ ഒരു ബോട്ടിലുകളും നമ്മളെ കട്ടിംഗ് ബോർഡൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്ത് ഈ സ്റ്റാൻഡ് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് തോത്തി തുടച്ച് വൃത്തിയാക്കി അവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ചില ദിവസം അങ്ങനെയാണ് കേട്ടോ, കരുതിയ അന്ന് തന്നെ ആ പരിപാടി ഇങ്ങോട്ട് തീർത്തെടുക്കും. അപ്പം ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു 11 മണി 12 മണി ആയപ്പോൾ സമയത്താണ് കേട്ടോ ഇന്നതൊന്ന് ശരിയാക്കാമെന്ന് തോന്നിയത്. അങ്ങനെ ആ തോന്നൽ വന്നപ്പോൾ തന്നെ അന്ന് തന്നെ ശരിയാക്കി, അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് വൈകുന്നേരത്തിന് വോയിസ് ഓവർ എടുത്തിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങളേക്ക് അപ്ലോഡാക്കി എത്തുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കയ്യിലൊക്കെ വെക്കണ ആ ഒരു ചെറിയ ഇതില്ലേ അത് ഇങ്ങനെ കെട്ടി വെച്ചിക്കേനി കേട്ടോ. പക്ഷേ ഇപ്പം അത് അവിടെ കെട്ടി വെച്ചാൽ നമ്മൾ ആ കയ്യിലൊക്കെ നിലത്ത് തട്ടിക്കൊണ്ടേക്കാരം അതൊരു വലിയൊരു രസം തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് ആലോചിച്ച് നിന്ന് ആ സാധനത്തിന് മെല്ലെ ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പം നമ്മളെ കഴുകി വൃത്തിയാക്കിയ സ്റ്റാൻഡില്ലേ അതിമൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കാം കേട്ടോ. എന്തായാലും ഇത് ജനൽമെന്ന് മാറ്റണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് തന്നെയായിരുന്നു. കാരണം ജനലിന് അളവൊക്കെ എടുത്ത് പോയിക്കണേ. അപ്പോൾ പിന്നെ ഒരു ജനൽ കൊണ്ടുവരുമ്പോൾ ആ ജനലിന് എന്തായാലും അത് വായിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ജനലിൻ്റെ ആ ഒരു ജനൽ വെക്കണ ആ ഒരു ഭാഗമല്ലേ, ആ ഒരു കട്ടിയുള്ള ഭാഗം അവിടെ വെച്ചിട്ടാണ് ഇത് കെട്ടി വെച്ചിരിക്കണത് കേട്ടോ. അപ്പം എന്തായാലും മാറ്റേണ്ടി വരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എനർജി ഉണ്ടാക്കിയിട്ട് മാറ്റണം എന്ന് വിചാരിച്ച് നിൽക്കേനും. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അതങ്ങോട്ട് മാറ്റി നമുക്ക് ഈ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കാം. ഇതതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ വഴിയേ കാണാം. അപ്പൊ ഇതാണ് ഇപ്പൊ താൽക്കാലികം സ്പൂൺ ഹോൾഡർ കേട്ടോ. ഇത് നമ്മളെ ഒരു കുഞ്ഞു പാട്ടയാണേ. അപ്പൊ അതിലാണ് താൽക്കാലികം ഞാൻ സ്പൂണുകളും ചെറിയ കയ്യിലുകളൊക്കെ പിന്നെ കത്തികള് അതൊക്കെ ഇട്ട് വെച്ചിരിക്കണത് കേട്ടോ. അപ്പൊ ഞാനൊരു സ്പൂൺ ഹോൾഡർ ഫ്ലിപ്പിന്ന് ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ. പക്ഷെ അത് 2 ദിവസത്തിൻ്റെ ഉള്ളിലെത്തും. അപ്പൊ നമുക്കത് മാറ്റിയിട്ട് പാട്ട മാറ്റിയിട്ട് നമുക്ക് ആ ഹോൾഡറിൽ ആക്കാം കാര്യങ്ങൾ. അപ്പൊ പാത്രങ്ങളൊക്കെ വെച്ച് വന്നു. പക്ഷേ ഇങ്ങനെ കുളത്തിരുന്ന തവികൾ വെക്കാൻ ആയപ്പോഴാണ് സംഗതി സ്റ്റാൻഡിൽ സ്ഥലമില്ല, വെക്കാനുള്ള സൗകര്യമില്ല എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ എന്തായാലും പാടില്ല, അതൊക്കെ എടുത്തിട്ട് ആ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു മൂലക്കലെങ്കിലും ഒതുക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടുന്ന് എല്ലാതും വലിച്ചു പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ തള്ളക്കയിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ തള്ളക്കയിലല്ല കൊട്ടക്കയിൽ അത് ഞാൻ മേലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയും സ്പൂണുകളും ചട്ടകങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ ഒരു മൂലക്ക് ഇങ്ങോട്ട് കുത്തി നിറച്ച് വെച്ചിരിക്കേനി കേട്ടോ. അപ്പോൾ ഒരു സ്ഥലമില്ലാത്ത മാതിരി നമുക്ക് വീണ്ടും പാത്രങ്ങൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് മാതിരി അയക്കാരം തോന്നി എനിക്ക് അപ്പം തന്നെ കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഇത് ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം, അതന്നെ ഇങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ജനലിൻ്റെ അവിടുത്തത് കെട്ട് നല്ല രീതിയിൽ കെട്ടി മുറുക്കി വെച്ചിരിക്കേനി കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കത്തി വെച്ചിട്ട് നിഷ്കരുണം വെട്ടി മാറ്റിട്ടോ. മുറിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പം പരിപാടി കഴിഞ്ഞു.
അങ്ങനെ ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് എനിക്ക് വേറൊരു ബൾബ് കത്തിയത് കേട്ടോ. ചില സമയത്ത് എങ്ങനെയാണ് ബൾബ് പെട്ടെന്ന് പെട്ടെന്ന് കത്തും, ചില സമയോ ഭയങ്കര ഷോർട്ട് വികാരം കത്തി കിട്ടാൻ പ്രയാസമാണ്. കറണ്ടിന്റെ പ്രശ്നമാണ്, അല്ലാതൊന്നുമല്ല. എന്തായാലും ഇപ്പൊ കത്തിയ ബൾബ് എന്താന്നോ, ആ സ്റ്റാൻഡിന് മാറ്റിയിട്ട് ഈ നമ്മളിവിടെ ജനൽമ കെട്ടിയില്ല സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിന്റെ ഇതിന്റെ മൂലൊക്കെ വെച്ചാൽ എന്താ എന്ന് ഒരു തോന്നല് അപ്പം അങ്ങോട്ട് ഒരു ബോധോദയം വന്നതാണ് കേട്ടോ. അതാവുമ്പോ ഒരുവിധം പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ കൊള്ളും ചെയ്യും, മറ്റിയിലിങ്ങനെ തിങ്ങി നിറച്ച് വെക്കണ്ടേ. അപ്പൊ ഞാനതൊന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ആദ്യം ഒന്ന് ചെരിച്ച് വെച്ച് നോക്കി. അപ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അതിന്റെ ഹോൾഡർ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടിക്കാനും. അപ്പൊ ഞാനത് ഈ രീതിയിൽ വെച്ച് നോക്കിട്ടോ. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, ആ വലിയ കുഴപ്പമില്ലല്ലോ, അവിടെ വെച്ച് ഒതുങ്ങിയൊരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യും, നമ്മളെ സാധനങ്ങളൊക്കെ അയിമ കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും ഇവിടെ കൊള്ളും ചെയ്യും. അതിന്റെ ഇടക്ക് ഇവിടെ ഒരാള് വന്ന് ക്യാമറയിലൊക്കെ ഓരോ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആളെ. അങ്ങനെ ഞാന് ഇതാ ഇതുപോലെ സെറ്റാക്കി എങ്ങനെ ഉണ്ടാവും. അവ ഇതിൽ കണ്ടില്ലേ, പാത്രങ്ങളൊക്കെ ഞാൻ കുത്തി നിറച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇതിലാവുമ്പോ കുറച്ചൊരു വിസ്താരത്തില് നല്ല മട്ടത്തിലാണ് ഇരുന്നും ചെയ്തോളും. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാന് ഒരു തീരുമാനം എടുത്തു, ഈ സ്റ്റാൻഡ് തൽക്കാലികം വെക്കാം, പിന്നീട് ഇനി മാറ്റം വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ മറ്റേ സ്റ്റാൻഡിന്റെ വീണ്ടും രംഗത്തിറക്കാം. അപ്പൊ ഈ സ്റ്റാൻഡ് എന്തായാലും കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതേനി, പക്ഷെ ഒന്നും കൂടി പുതിയൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനതൊന്ന് കഴുകിയിരിക്കണം കേട്ടോ. ഇവിടുന്ന് കഴുകിയിട്ട് അത്ര ശരിയായിട്ടില്ല, അപ്പൊ ഞാൻ വേഗം പുറത്തുകൊണ്ടിട്ട് നല്ലപോലെ തേച്ച് വരച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ പുറത്ത് പോയിട്ടാണ് കേട്ടോ കഴുകിയിട്ടുണ്ടായിനിയത്. അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു കേട്ടോ നമ്മളെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് വെക്കുമ്പോഴേ ഇതിന്റെ കാലിന് കുറച്ച് നീളം ഉണ്ടായതുകൊണ്ട് അടിയിൽ ഇനി നമുക്ക് വെള്ളമായാലും തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇതിനങ്ങനെയല്ല, അത്ര അങ്ങോട്ട് ഉയരല്ല. നമുക്കത് തുടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ചെരിച്ച് അങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കണം. ഇതിന് പിന്നെയും കൂടി ഇതുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ അയാളെ തന്നെ ഉറപ്പിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഈ സ്റ്റാൻഡ് നമുക്ക് വീണ്ടും മട്ടത്ത് കയറ്റുക. അത് ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിന് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താണ്, ബൾബ് കത്തുന്ന സമയത്തല്ലേ കത്തുള്ളൂ, കത്തുന്ന സമയത്ത് കത്തുമ്പോഴല്ലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ വിചാരിച്ച സമയത്തൊക്കെ ബൾബ് കത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനല്ലേ. അപ്പം ഞാൻ വീണ്ടും നമ്മളെ ആദ്യത്തെ ആ സ്റ്റാൻഡ് മുക്കന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ എടുത്ത് വെക്കാൻ കേട്ടോ. പാത്രങ്ങളൊന്നും ഞാൻ വീണ്ടും വീണ്ടും കഴുകണമെന്നില്ല, അത് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമേ ഇതിന് വെക്കണുള്ളൂ. അത് ഡെയിലി എടുക്കലും കഴുകലും ഒക്കെ നടക്കുന്നതാണ് കേട്ടോ. അപ്പം അത് ഞാൻ ആ പാത്രങ്ങളൊക്കെ വീണ്ടും ഇരുമക്കിന് വെച്ചു. അതിൻ്റെ ഉള്ളിൽ തവികളൊക്കെ ഇരിക്കണമെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം, അതൊക്കെ പട കുത്തി നിറച്ച് വെച്ച രീതിയിലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഡെയിലി എടുക്കുമ്പോഴൊക്കെ ഗതികേടാണ്. സൈഡിൽ കുളത്തിക്കാൻ നോക്കിയപ്പോൾ ഇതും അതന്നെയാണ് കേട്ടോ അവസ്ഥ. ഇത് നിലത്തിങ്ങനെ തട്ടും, മറ്റേ ജനലിന് കുറച്ച് ഉയർത്തി വെച്ചതുകൊണ്ട് നിലത്ത് അങ്ങനെ തട്ടൂലേന്നു. അപ്പോൾ ഞാൻ സ്പാച്ചിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒക്കെ നിലത്ത് തട്ടു കേട്ടോ. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ഒന്ന് വെക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വെച്ച് അങ്ങനെ ഞാൻ ഫൈനലി നമ്മൾ ആ സ്റ്റാൻഡ് തന്നെ വീണ്ടും സെറ്റാക്കി എടുത്തിട്ടോ. ഈ സ്റ്റാൻഡ് നമുക്ക് വീണ്ടും റാക്കുമ്പോൾ കയറ്റാം. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഗ്ലാസ്സുകൾ വളർത്തിന്ന് ആ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിൻ്റെ പാത്രങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇവിടുന്ന് ഒഴിച്ച സാധനം ഉണ്ടല്ലോ, നമ്മളെ എണ്ണയൊക്കെ വെക്കുന്ന ബോട്ടിൽ, അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ അടിയിൽ വെച്ചിന് ആ ട്രേ ഒന്ന് കഴുകി വൃത്തിയാക്കിട്ടോ. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടേനെ ഗ്യാസ് ഈ ഭാഗത്ത് വെക്കാതെ ഇതാ ഈ ജനലിൻ്റെ ഭാഗത്ത് വെച്ചൂടെ എന്നുള്ളത്. അതെന്താ വെച്ചാൽ ഈ ഭാഗത്ത് വെട്ടം കുറവാണ് കേട്ടോ. എനിക്ക് മറ്റേ ഇതാ ഈ ഒരു ഭാഗത്താകുമ്പോൾ ഒന്നുകൂടി ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഗ്യാസിനുള്ള ഹോളൊക്കെ കൊടുത്തത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഷീറ്റ് മറച്ചാണ്. പിന്നെ ഇനി വർക്ക് ഏരിയയൊക്കെ വരുമ്പോൾ എന്തായാലും ആ ഒരു അത്ര കരുതിയ മാതിരിയില്ല വെളിച്ചം കിട്ടൂല. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്താക്കിയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് വെളിച്ചെണ്ണ കുപ്പിയും ഓരോന്ന് ഇവിടെ കൊണ്ടുവന്നിക്കണ എന്താ വെച്ചാൽ ഈ സെനിമോൻ എണീച്ച് വന്നിക്കണം കേട്ടോ. അപ്പൊ ഇവരൊക്കെ ആള് പണിയെടുക്കൽ തുടങ്ങിയിരിക്കണ്, അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നിക്കണത് കേട്ടോ. അപ്പൊ ഇനി ഇവിടേക്ക് ഒന്ന് തോതി തുടച്ചെടുക്കുകയാണ്. ജനൽമക്ക് ഇങ്ങനെ വെള്ളം വന്ന് ഈ ഒരു ഭാഗത്തേക്കാവും കേട്ടോ. ആ സ്റ്റാൻഡിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ജനലിന്റെ ഈ ഒരു ഭാഗത്താണ് വന്ന് നിൽക്കുക. അപ്പൊ അതാണ് ഞാൻ അവിടെ ആദ്യം വെള്ളം തുടച്ചിട്ട് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഹോൾഡർ വരുന്ന വരെ നമ്മുടെ പാട്ടയിലാണ് ഇപ്പോൾ ആളുടെ സ്ഥാനം. ഹോൾഡർ വന്ന് സ്പൂൺ ഹോൾഡർ വന്നാൽ നമുക്ക് കൈക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടേക്ക് ഒന്ന് തുടച്ചെടുത്ത് ഇതാ ഈ ഗ്യാസിൻ്റെ ഇപ്പുറത്തെ വശമല്ലേ അവിടെ ആക്കാം എന്ന് വിചാരിച്ചു.
അപ്പോൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കമൻറ്റ് കണ്ടിട്ടുണ്ട്, ഇനി ഗ്യാസിൻ്റെ വലതുവശത്ത് വെക്കണം എണ്ണക്കുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ വലതുവശത്തിന് എണ്ണക്കുപ്പി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ പഞ്ചസാരയും അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഷെഡിലായിരുന്നു ഉപ്പും പഞ്ചാരയും എപ്പോഴും കൂട്ടാറിയിക്കാറ് കേട്ടോ. അപ്പോൾ ഈ പുതിയ വീട്ടിൽ അതിന് ശേഷമാണ് ഓല തമ്മിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ ഓല രണ്ടാളെയും ഒന്നിച്ചിരിക്കണം കേട്ടോ. ഉപ്പും പഞ്ചസാര കുപ്പിയും ഒക്കെ അയിമ വെച്ചിരിക്കണം കേട്ടോ. ഇത് പൊക്കപ്പാടെ വെച്ചപ്പോൾ ബോറായോ നിങ്ങളൊന്ന് പറയോണ്ടിട്ടോ. ബോറായ നമുക്ക് വീണ്ടും ഓല രണ്ടാളെയും തമ്മിൽ ഡിവോഴ്സ് ചെയ്യിക്കാട്ടോ. കുറെ ഒരുപാട് വാരി വെച്ച മാതിരി തോന്നണുണ്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഉപ്പും പഞ്ചസാരയും ബോട്ടിലുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പുമ്പത്തെ ക്ലീനിങ് പരിപാടി ഏകദേശം ഞാനങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. നമ്മുടെ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി, പിന്നെ മറ്റേ ഇതുകളൊക്കെ ഒന്ന് മാറ്റി. ഇനി മേലിങ്ങനെ പാത്രങ്ങൾ വെച്ചത് ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇനി ഇവിടെ കബോർഡൊക്കെ ഇട്ട് വരുമ്പോഴേ കാണാനൊരു വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ ഈ മേലത്തെ ചെമ്പട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അത്ര അത്യാവശ്യം എപ്പോഴൊന്നും എടുക്കുന്ന സാധനങ്ങളൊന്നുമല്ല. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാത്ത ആ ഒരു മൂലൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ മാറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് അപ്പുറത്തെ സൈഡൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അധികം കാണാത്ത സൈഡിലൊക്കെ കൊണ്ടുപോയി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. കുറേ ദിവസം പറഞ്ഞാൽ ഇതിലേക്ക് കയറിയതിൻ്റെ ശേഷം ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടല്ലോ അത്ര പെട്ടെന്നൊന്നും ബൾബ് കത്തൂല. പിന്നെ ഓരോ ഐഡിയ പരമായിട്ട്, പിന്നെ അതേപോലെ തന്നെ എനിക്ക് എല്ലാത്തിൻ്റെ ഒരു സമയം കാലം അങ്ങോട്ട് ആയി കിട്ടണം കേട്ടോ. അങ്ങനെ ഒരു സമയം കാലം ആയി കിട്ടിയാൽ പിന്നെ അന്നിങ്ങോട്ട് വിചാരിച്ചന്ന് അത് പിന്നെ മൊത്തം തീർത്തിട്ട് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ദിവസം നിന്നേ ഷൂട്ട് ചെയ്യാൻ ആ ഒരു 11 മണിക്ക് ശേഷം ഞാൻ തീരുമാനിച്ചിട്ട് അപ്പം തുടങ്ങിയിട്ട് പിന്നെ അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞ് 3 മണിയായിട്ടോ ഞാൻ കുളി കഴിഞ്ഞ് കയറിയപ്പോൾ. അത് കഴിഞ്ഞ് അപ്പം ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പിന്നെ രാത്രിക്കാണ് ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ജനലിന് നെറ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ജനലിന് നെറ്റ് അടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ജനലിനൊക്കെ അളവെടുത്ത് പോയിക്കണം കേട്ടോ. അപ്പോൾ അധികം വൈകാതെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ശരിയാക്കും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിന് പിന്നെ വെറുതെ ഒരു നെറ്റൊക്കെ വാങ്ങിയിട്ട് പൈസ ചിലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വക പണികളൊന്നും എടുക്കാത്തത്. പിന്നെ അവളോട് ചോദിച്ചതിനൊരു കാര്യമാണ്, എന്താ സിങ്കിൻ്റെ പൈപ്പ് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റണത് എന്നുള്ളത്. നമ്മുടെ സിങ്കില്ലേ ഒരു ചെറിയൊരു ചൊറയാണ് കേട്ടോ. സാധാരണ എല്ലാവരും സിങ്കിൻ്റെയും പൈപ്പ് അവിടെ വരിക ഒന്നില്ലെങ്കിൽ ഈ ഒരു സിങ്കിന് ചാരി ഇതാ ഈ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ചുമരുമ്മൽ. ഇത് രണ്ടും അല്ലാതെ അവിടെ രണ്ടിടത്തും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതാ ഈ ഒരു ജനലിൻ്റെ ഇവിടെയാണ് കേട്ടോ നമ്മളിത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് പൈപ്പ് കൊണ്ടുവന്നിട്ടാലും അത് ഇങ്ങോട്ട് സെൻറ്ററിൽ നമ്മൾ സിങ്കിൻ്റെ ആ സെൻറ്റർക്ക് വെള്ളം ചാടൂലേ ആ ഒരു രീതിയിലായി കിട്ടണില്ല കേട്ടോ. ആദ്യം ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് കൊണ്ടുവന്നു, അത് ഇതിലേറെ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ മാറ്റിത്തരാം, പിന്നെ കറുത്ത വലിയ പൈപ്പ് ഉണ്ടല്ലോ അത് ഓർഡർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ താൽക്കാലികം എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാൻ തന്നതേന് കേട്ടോ. അത് ഇനി ഇതുവരെ കണ്ടീൻ്റെ വെള്ളം. പക്ഷേ മാറ്റി കൊണ്ടുവന്നപ്പോഴും സിങ്ക് ഈ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം അത് കുറച്ചുകൂടിയൊക്കെ വലുപ്പമുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഇനി കുറച്ചുകൂടി നീട്ടേണ്ടി വരും. ഇന്നെങ്കിലേ അതൊരു ഇത്തിരിയും കൂടിയൊക്കെ സെൻറ്റർക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത്. അപ്പോൾ ആ ജനൽ വന്ന സ്റ്റാൻഡ് പോയപ്പോൾ അവിടെ കുറേ ഒരു ഒഴിവൊക്കെ കിട്ടിയ മാതിരി തോന്നുന്നല്ലേ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ആണെങ്കിൽ മാറ്റം വരുത്താമല്ലോ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച ബെഡ്ഷീറ്റിനെ കുറിച്ചിട്ടും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് ഇപ്പോൾ വാങ്ങിയത് നമ്മൾ ഷെഡിലായിരുന്നു തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മളിതേക്ക് കയറുന്നതിൻ്റെ മുന്നേ ആണ് അതിൻ്റെ തലേന്നേറ്റൊക്കെയാണ് ബെഡ്ഷീറ്റ് എത്തിയത് കേട്ടോ. ഹാർട്ട് ഷേപ്പിലുള്ള 2 വരുന്ന ഒരു കോംബോ ആണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഒന്ന് ഹാർട്ട് ഷേപ്പിൽ വരുന്നതും ഒന്ന് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ബെഡിൽ വിരിച്ചിട്ടതാണ്, അതാണ് ഇത് വിരിക്കണതും ഒന്ന് വീഡിയോ എടുക്കാഞ്ഞത്. ഇത് ഓൾറെഡി 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ വിരിച്ച് ബെഡ്ഷീറ്റിൽ ഇട്ടതാണ് കേട്ടോ. ഇതിങ്ങനെ ഹാർട്ട് ഷേപ്പിലുള്ള റെഡും വൈറ്റും ആയിട്ടുള്ള 2 വരുന്നത് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഒന്ന് ഈ ബെഡ്ഷീറ്റും പിന്നെ വേറൊരു ബെഡ്ഷീറ്റും പിന്നെ 2ൻ്റെ കൂടെയും 2 പില്ലോ കവർ. അപ്പം അങ്ങനെ 2 ബെഡ്ഷീറ്റും 4 പില്ലോ കവർ ആയിട്ട് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 400 സംതിങ് എത്രയോ കഴിഞ്ഞിട്ടോ. ഇത് ഞാൻ അലക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം അലക്കിയിട്ടാണ് ഞാൻ പിന്നെ ബെഡിൽ വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്ഷീറ്റ്. ഡബിൾ ബെഡ്ഷീറ്റാണ് കേട്ടോ. കോട്ടൺ അല്ല, ഫാബ്രിക് കോട്ടൺ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇനി അടുത്ത ബെഡ്ഷീറ്റ് ഞങ്ങൾക്ക് വിരിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തൽക്കണ്ണി ഒക്കെ മാറ്റിയാണ് കേട്ടോ.
തൽക്കണിൻ്റെ ഒറ ഞാൻ ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അത് കീറിയിട്ടില്ല കേട്ടോ. അത് അതുകൊണ്ട് ഒഴിവാക്കിയിട്ടില്ല. കുട്ടികൾ എന്താക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കീറിയെടുക്കാത്തത് കേട്ടോ. ബെഡിൻ്റെ കവറ് ഇതേപോലെ കൊണ്ടുവന്ന കവറൊക്കെ മക്കള് ചവിട്ടി മെതിച്ച് കീറിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ ബെഡ് കവർ വാങ്ങിച്ചിട്ട് ഇട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നെ ഞാൻ ഇടയ്ക്കര പോയപ്പോൾ ബെഡ് കവർ വാങ്ങിയിട്ട് ഇട്ടതാണ് കേട്ടോ. വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് പറഞ്ഞത്. മൂത്രമൊന്നും ആവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. രണ്ടാമത്തെ ബെഡ്ഷീറ്റ് പൂക്കളൊക്കെ അല്ലേ, നല്ല വർണ്ണശബളമായ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല വൃന്ദാവനം ഉള്ള നല്ല പുഷ്പങ്ങളുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ, ബ്ലൂ കളറിൽ. അപ്പോൾ ഇത് രണ്ടും പാടെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളെ തൽക്കണി ഉണ്ടല്ലോ, ഈ പഞ്ഞി തൽക്കണിയൊക്കെ ആകുമ്പോഴേ വേഗം ഇങ്ങനെ ചപ്പുമല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് വെക്കുമ്പോൾ തന്നെ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ അതിങ്ങനെ പൊന്തി വീണ്ടും അതേ ഒരു രീതിക്ക് വരും കേട്ടോ. അപ്പം ഞാൻ ഈ ബെഡ്ഷീറ്റും രണ്ടാമത്തെ ബെഡ്ഷീറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ബെഡ്ഷീറ്റ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബെഡ്ഷീറ്റാണ് ഇഷ്ടമായത്? രണ്ടും ഇഷ്ടമായോ അതോ ബ്ലൂ കളറാണോ ഇഷ്ടമായത് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മേക്ക് ഓവറും നമ്മുടെ ബെഡ്ഷീറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും എന്തെങ്കിലും സജഷൻസും മാറ്റങ്ങൾ വരുത്താനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പറ്റുന്നതാണെങ്കിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ, ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.